കുക്കു വെൽക്കം പറഞ്ഞ മോളെ. റെക്കോർഡിംഗ് തുടങ്ങി. അങ്കിൾമാരും ആന്റിമാരും ഏട്ടന്മാരും ഏച്ചിമാരും പൈസണിലത്തെ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു. മാജിക് പഠിച്ചിരുന്ന ദിവസങ്ങളിലും അനുഭവങ്ങളിലും വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. കുക്കു നന്നായിട്ട് പറഞ്ഞു നോക്കൂ. ഗിരീഷ് ഏട്ടാ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് മാജിക് കാണാം. മാജിക് ഞാനല്ല, എന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഞാനല്ല, എന്റെ അനിയനാ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാജിക് പഠിക്കണം, മാജിക് കാണണം. ഓക്കെ, അപ്പൊ കുറച്ച് ഒരു നല്ല 5-6 ട്രിക്സ് അങ്കിൾ പറഞ്ഞു തരും. ചെയ്തോ, പറ്റില്ല ക്വസ്റ്റ്യനൊക്കെ പിന്നെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മാത്സിന്റെ ട്രിക്സ് പറഞ്ഞുതരാം. മാത്സിനെ കൊണ്ട് നമ്മളിങ്ങനെ മൈൻഡ് റീഡ് ചെയ്യുന്ന കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ തുടങ്ങാം നമുക്ക്. ആദ്യം അങ്കിൾ കാണിച്ചു തരും, എന്നിട്ട് അത് പറഞ്ഞുതരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടാ? കാണുന്നുണ്ട്. ആദ്യം ചെറിയ റോപ്പ് ട്രിക്ക് കാണിക്കാം കേട്ടോ. കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കഥ ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അത് ഇഷ്ടാണ്. ഒരു മാജിക് ഞാൻ കഥയിലൂടെ ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? നല്ല ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ റോപ്പ് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഏതാ? കാണുന്നുണ്ട്. ഏതാ? കാണുന്നുണ്ട്. 3 റോപ്പാണ് കയ്യിലുള്ളത് അല്ലേ? ഈ 3 റോപ്പിന്റെ നീളം ശ്രദ്ധിച്ചോ? 3 നീളത്തിലാണല്ലേ? ഒരാളെ ആൻസർ ചെയ്യോ? ആരൊക്കെ ഒരാള് അമ്മിട്ട് ചെയ്തിട്ട് ഒരു ആൻസർ ചെയ്താൽ മതി. നവനീത് ചെയ്യണം കേട്ടോ. കേൾക്കുന്നില്ലേ? ഓക്കെ, ആരെങ്കിലും ഒരാള് ഒന്ന് ആൻസർ ചെയ്യണേ. നവനീതോ അഞ്ജലി ആരെങ്കിലും ചെയ്തോ? ഞാൻ ചെയ്യാം. റോപ്പ് കണ്ടല്ലോ. 3 വ്യത്യസ്തമായ റോപ്പാണ്. അത് ചെറിയ റോപ്പ് അല്ലേ? ഒന്ന് ചെറുതാ, ഒന്ന് മീഡിയം, ഒന്ന് അതിലും ലാർജ്. ഓക്കെ. അപ്പൊ ഈ 3 റോപ്പ് വെച്ച് നമ്മൾ ഇപ്പൊ ആദ്യം മാജിക് ചെയ്യാൻ പോകുന്നത്. മാജിക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കഥയിലൂടെ മാജിക് ചെയ്യാം. അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആണ്. എല്ലാരും കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കുരങ്ങന്മാരുടെ വാലായിട്ട് നമുക്ക് സങ്കല്പിക്കാം ഈ റോപ്പാണ്. ഓക്കെ, ഈ ചെറിയ റോപ്പ് ആരുടെ വാലായിരിക്കും? കുട്ടിയുടെ വാല്. മീഡിയം ടൈപ്പ് അമ്മയുടെ. വലുത് അച്ഛന്റെ. അപ്പൊ ഈ കുരങ്ങന്മാരൊക്കെ എവിടെയായിരിക്കും? മരത്തിൽ എങ്ങനെ നിൽക്കും അല്ലെ? കാട്ടില്.
അവര് മെയിൻ ആയത് എന്താണ്? വാലാണ്. കാരണം വാല് പിടിച്ച് അവര് ചാടിപ്പോകും. ധൈര്യമുണ്ട്. വാല് കൈയൊക്കെ ഭയങ്കര ധൈര്യത്തിൽ ചാടിപ്പോകും. അതുപോലെ നമുക്ക് ഈ റോപ്പ് ഇടാം, ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കാം. മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കുട്ടിക്കുരങ്ങും അച്ഛൻ കുരങ്ങും അമ്മ കുരങ്ങും ഇങ്ങനെ ഇരിക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ പോലെ തന്നെ സൗണ്ട് ക്ലിയർ അല്ലേ? അപ്പോ ക്ലിയർ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും സ്വപ്നം കാണാറുണ്ടോ? കാണാറുണ്ട്. അതേപോലെ കുട്ടിക്കുരങ്ങും സ്വപ്നം കാണാറുണ്ട്. നിങ്ങൾ എന്താണ് സ്വപ്നം കാണാറ്? രാത്രി പെട്ടെന്ന് അച്ഛനും അമ്മയെ പോലെ വലുതായിട്ട് ജോലിക്കൊക്കെ പോവാ, അല്ലെ അവിടെ ഇവിടെ പോവാ, അങ്ങനെയൊക്കെ കാണാറില്ലേ? അതുപോലെ എന്ത് ചെയ്യുന്ന കുട്ടിക്കുരങ്ങിന് ആഗ്രഹമുണ്ട് ഈ 3 പേരുടെ വാലും ഒരേപോലെ ആവാൻ വേണ്ടിട്ട്. നമ്മളെന്ത് ചെയ്യും? കുട്ടിക്കുരങ്ങ് രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും വാല് ചുരുട്ടി വെച്ച് ഇതുപോലെ ചുരുട്ടി വെച്ച് കിടന്നുറങ്ങും, അല്ലേ? അന്ന് രാത്രി സ്വപ്നം കാണുവാണ് 3 പേരുടെ വാല്, അച്ഛൻകുരങ്ങിന്റെ, അമ്മക്കുരങ്ങിന്റെ, കുട്ടിക്കുരങ്ങിന്റെ വാല് ഒരേ നീളത്തിലാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് എന്തായി? കുരങ്ങന്മാരുടെ വാല് ഒരേ നീളം. അപ്പൊ ആരെങ്കിലും ചോദിക്കും എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിക്കാം. ഇതാണ് കുട്ടിക്കുരങ്ങിന്റെ വാല്. രണ്ടാമത് അമ്മക്കുരങ്ങ്, അച്ഛൻകുരങ്ങിന്റെ. അത് കഴിഞ്ഞ് സ്വപ്നത്തിൽ ഞെട്ടിയുള്ള കുരങ്ങൻ രാത്രി സ്വപ്നം കണ്ട് രാവിലെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വീണ്ടും പഴയ പോലെ തന്നെ 3 പേര് കയ്യടിക്കണം. ഇഷ്ടപ്പെട്ടോ? പഠിക്കണം. 2 മാച്ചും കൂടെ കാണിച്ചു തന്നിട്ട് ഒന്നിച്ച് പഠിപ്പിച്ചതാണ്. ഓക്കെ, കാണുന്നുണ്ടോ അറിയില്ല. കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇത് കാണുന്നുണ്ടല്ലേ? എന്താ ഇത്? ബോളും കപ്പും. എത്ര ബോൾസ് ഉണ്ട് ഇവിടെ? 3 ബോൾസും ഒരു കപ്പും. കാണുന്നില്ലെങ്കിൽ പറയണേ, കാണുന്നില്ലാന്ന്. ഓക്കെ, എന്റെ 3 കപ്പ് ഉണ്ട്, 3 ബോൾ ഉണ്ട്. അപ്പൊ കപ്പും ബോളും വെച്ച് ചെറിയൊരു മാജിക് ട്രിക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മള് കപ്പ് ഇതുപോലെ വെക്കുക. 3 ബോൾ കാണുന്നില്ലേ? 3 ബോൾ എടുത്തിട്ട് മിഡിൽ കപ്പിന്റെ മുകളിൽ വെച്ചു. ഈ കപ്പ് കൊണ്ട് ക്ലോസ് ചെയ്യും. ഒന്ന് ടാപ്പ് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കും? മറ്റേ ലോസ്റ്റ് കപ്പില് മറ്റേ വേറൊരു ബോൾ ഉണ്ടാ? ഇല്ല, ട്രിക്സ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എനിക്കറിയാം എന്തായത്. അവിടെ ഒരു മറ്റേ ടോപ്പിലൊരു ഹോള് വരച്ചു, അതുകൊണ്ട് അത് പ്രസ് ചെയ്യുമ്പോ ആ ഹോളിന് ഇത് പോയത്. അല്ല, ഞാൻ കാണിച്ച ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, വീണ്ടും ഒരു ബോൾ ഇവിടെ വെച്ചു, കപ്പ് കൊണ്ട് ക്ലോസ് ചെയ്തു, ടാപ്പ് ചെയ്ത സമയത്ത് 2 ബോൾ. ഓക്കെ, ബാക്കിയുള്ള ഒരു ബോൾ വീണ്ടും
സമയത്ത് 3 ബോൾ. ഇത് ട്രിക്ക് സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞിട്ടെ. അല്ല ലാസ്റ്റ് അല്ലേ പറയാം. ലാസ്റ്റിൽ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. നമുക്കിതിന് വേണ്ടത് 3 കപ്പാണ്. 3 കപ്പ്. ഹോം മെയ്ഡ് ആണ്, അതുകൊണ്ടാണ് പ്രശ്നങ്ങള്. അപ്പൊ ഇതിന് വേണ്ടത് ശരിക്കും വേണ്ടതാണ് 3 കപ്പും 4 ബോൾ വേണം. മനസ്സിലായോ? ട്രിക്ക് ഇനി സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ട്രിക്ക്. മനസ്സിലായോ? മിഡിൽ ഗ്ലാസ് ഇല്ലേ, ഫസ്റ്റ് ഗ്ലാസ് ഇല്ലേ, താഴെയില്ലേ, അതിന്റെ അകത്ത് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഫിനിഷായി. ഇനി നമ്മൾ ചെയ്യുമ്പോൾ, മാജിക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഇതുപോലെ പിടിക്കാം. ഒരിക്കലും ഇങ്ങനെ പിടിക്കാൻ പാടില്ല, ഇതുപോലെ പിടിക്കുക. ഓക്കെ, ഫസ്റ്റ് ഗ്ലാസ് എടുക്കുക, ഓഡിയൻസിനെ കാണിക്കുക, അകത്തൊന്നുമില്ല എന്ന് കാണിക്കുക. രണ്ടാമത്തെ ഗ്ലാസ് വെക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഗ്ലാസ് വെക്കുമ്പോൾ ഒരിക്കലും ഓഡിയൻസിനെ കാണിക്കാൻ പാടില്ല, അതുപോലെ വെക്കുക. മൂന്നാമത്തെ ഗ്ലാസ് ഓഡിയൻസിനെ കാണിച്ച് വെക്കുക. ഇവിടെ ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ മുകളിൽ വെക്കുന്നു, നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ഇതും വെച്ച് ക്ലോസ് ചെയ്യുന്നു. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നേരത്തെയുള്ള ബോൾ അവിടെ തന്നെ വരും. വീണ്ടും എന്ത് സംഭവിക്കുന്നത് വെച്ചാല് ആ ബോള് വീണ്ടും ഇവിടെ വന്നു. ഓക്കെ, ഇത് 4ാമത്തെ ബോളാണ്. വീണ്ടും നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ വെക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു, 2 ബോൾ അവിടെ വരും. വീണ്ടും നമുക്ക് അതുപോലെ ചെയ്യാം. ടാപ്പ് ചെയ്താൽ 3 ബോൾ. ഒരിക്കലും ഗ്ലാസ് ഓഡിയൻസിനെ കാണിക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഈ ഓൺലൈൻ ആയതുകൊണ്ട്? ഓക്കെ, ആർക്കും മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും പറഞ്ഞുതരാം. മനസ്സിലായോ ഇല്ലയോ? ഒന്നുകൂടി ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടാ. സിമ്പിൾ ആണ്. വേറൊരു മാജിക് കൂടെ കാണാം. മാജിക് ഒരു കാരണവശാലും അച്ഛന് കാണിച്ചു കൊടുക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടോ. കുട്ടികൾക്ക് മാത്രമുള്ള മാജിക്കാണ്. അപ്പൊ ഞങ്ങൾ എക്സിറ്റ് ആവുന്നു. എക്സിറ്റ് ആവണ്ടല്ല, ഞാൻ കുട്ടികളെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, റെഡിയാ? ഓക്കെ, എന്താണ് എന്റെ കയ്യിലുള്ളത്? 10 rupees note. 10 rupees Indian note. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്റെ കയ്യിൽ? ഇല്ല. ഓക്കെ, ഇത് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ 10 rupeesന് എന്ത് ചെയ്തു? മടക്കി. ഒരു തവണ മടക്കി, 2 തവണ മടക്കി, മടക്കിട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ചു. കാണുക, മാജിക് മന്ത്രം ചൊല്ലാൻ പോവാ. ഫോക്കസ് ഫോക്കസ് അബിടക്കറ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞാല്
എന്താ സംഭവിച്ചേ? 500 നോട്ട് വന്ന് 100 നോട്ടായി 500 നോട്ട് 500 നോട്ടായി. എങ്ങനെ സംഭവിച്ചു? നേരത്തെ ഒരു കയ്യിൽ ഈ 500 നോട്ട് ഉണ്ടായിരുന്നു. അങ്കിളിന്റെ അപ്പൊ കയ്യിൽ അത് താഴെ ഇട്ടു. 10 rupees. അത് താഴെ ഇട്ടു. അപ്പൊ 500 നോട്ട് അവർക്ക് സിമ്പിൾ ആണ് മാജിക്. ഇതിനായി വേണ്ടത് ഒരു 10 രൂപയും ഒരു 500 രൂപയും. ഓക്കെ, എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എവിടെയും കളഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ, സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കണം ബാക്കില്. മാജിക് ചെയ്യുന്ന ടൈമിലാണ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇതുപോലെ കാണിക്കുക. തിരിച്ച് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യത്തിൽ തിരിച്ച് കാണിക്കുക. തിരിച്ച് കാണിക്കുമ്പോൾ നമ്മളിവിടെ ഹൈഡ് ചെയ്യുക. കൈ കൊണ്ട് നമ്മളെ കൈയും കാണിച്ചു കൊടുക്കാം എല്ലായിടത്തും. മനസ്സിലായോ? പിന്നീട് ഫോൾഡ് ചെയ്ത സമയത്ത് നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് ഫേസ് ഡൗൺ ആയിട്ട് വെക്കുക. പിന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് 500 നോട്ട് ആയിരിക്കണം. നോട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ കാണിക്കണം. ഓക്കെ, തിരിച്ച് കാണിക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കാണിക്കണം. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? സിമ്പിളാണ്. മനസ്സിലായി. പറഞ്ഞുതരാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മാത്സിന്റെ ട്രിക്ക് നോക്കാം. കുറച്ച് വലിയ കുട്ടികൾക്കാണ്, എന്നാലും കുഴപ്പമില്ല, എല്ലാരും കണ്ടോ? ഓക്കെ, ഞാൻ എഴുതുക കാണുന്നുണ്ടോ? അടുത്തോട്ട് നോക്കണം. അടുത്തോട്ട് കുറച്ചുകൂടെ വേണോ? അറിയാങ്ങളെ കാണാൻ പറ്റുന്നു. ഒരാള് ഒരു 4 ഡിജിറ്റ് നമ്പർ പറയും. 999 999 4 ഡിജിറ്റ് 999 999 4 1. Okay. 999 9 1 more 9 add ചെയ്തു. ഓക്കെ ഓക്കെ, മാറ്റില്ലല്ലോ. ഞാൻ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ്-ഇറ്റിന്റെ ഒരു എടുത്തിട്ട് ഞാൻ ഒരു നമ്പർ ഇവിടെ എഴുതാൻ പോകണം. ഓക്കെ ഓക്കെ, ഓക്കെ. ഓക്കെ, ഞാൻ ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നില്ലേ? കാണുന്നില്ല. അല്ല, ഞാൻ എഴുതിയല്ലേ, ഞാൻ അവിടെ മറച്ചിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. കാണൂല. ഓക്കെ, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. 5 ഇല്ല, ഇത് കാണൂല, മനസ്സിലാവൂല. ഞാൻ തിരിച്ചായിട്ട് വരുന്നത്, തിരിച്ച് ഞാൻ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഓക്കെ. ഇനി അടുത്ത് ഒരു 4 ഡിജിറ്റ് കൂടി നമ്പർ പറ. 999 1 2 3 2 3 4 1 2 3 4 1 2 3 4 4. ഇനി ഓരോന്നായിട്ട് ഓരോ നമ്പർ.
ആദ്യം നമ്പർ ഒരു നമ്പർ പറ. 2997. എത്രയാ? 2994. 2994. 4. Okay. ഓക്കെ അല്ലേ? എത്ര നമ്പർ? 1 2 3 നമ്പർ. എന്നിട്ട് 2 നമ്പർ ഞാൻ എഴുതാൻ പോവാണേ. Okay. 761 7 എനിക്ക് ഇതറിയാം എല്ലാം ആഡ് ചെയ്ത് പിന്നെ ഒരു നമ്പർ കിട്ടുമ്പോ അത് സെയിം നമ്പർ ആയിരിക്കും ആ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് നമ്പർ എഴുതിയില്ലേ? ഇപ്പൊ ഞാൻ ഒറ്റ നമ്പർ ആയിരുന്നില്ല ആദ്യം എഴുതിയത്. അപ്പൊ ഞാൻ സ്റ്റിക്കി നോട്ട് ഇവിടെ വെച്ചത് ഇത് നിങ്ങൾ പറഞ്ഞ നമ്പറാണ്. ഇത് നിങ്ങൾ പറഞ്ഞ നമ്പറാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ എഴുതി. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ. 9 plus 4 13 plus 4 17 22 27, right? 27 അല്ലേ? 22 11 14 23 23 plus 29 അല്ലേ? അതുപോലെ ഇവിടെ 2 ഉണ്ട്. ഇവിടെ 11 13 22 29 ആദ്യം 9 2 11 12 14 22 29. So 2 9 9 9 4 7 അല്ലേ? ഈ ഒറ്റ നമ്പർ നിങ്ങൾ ആദ്യം പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇത് എഴുതിയത് ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് നോക്കാം ശരിയാണോ? 2997 കറക്റ്റ്. കറക്റ്റാണോ? 2997 കറക്റ്റല്ലേ? അതെ അതെ ഇതെങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞതാ. ആർക്കറിയില്ലേ? അനാബിക്കറിയാം. ഇതിന് പറഞ്ഞതിന്റെ അല്ല ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യണ്ട, പക്ഷെ എനിക്ക് അറിയില്ല ഇതിന്റെ ട്രിക്ക്. ജസ്റ്റ് ആ ട്രിക്ക് പറഞ്ഞുതരാം. എല്ലാവരും ഒരു പേപ്പറും ഒരു പെൻസിലും എടുക്കുക. ഓക്കെ, എടുത്തു. അതിൽ നിങ്ങൾ അടുത്തുള്ളത് ഒരു നമ്പർ പറ. ആദ്യം ഒരാൾ നമ്പർ പറയാൻ പറയാം. 9374 4 ഡിജിറ്റ് അല്ലേ വേണ്ടേ? ഓക്കെ, എല്ലാവരും അതേ നമ്പർ എഴുതുക. 9374 374 അല്ലേ? ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കളി കളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറൊരു ഇതില് നമ്മളിപ്പോ സ്റ്റിക്ക് ചെയ്യുന്ന ഇതില്ലേ, അതിൽ എഴുതേണ്ടത് എങ്ങനെയാണ് അറിയോ? അതിന്റെ ആൻസർ വരുന്നത് എങ്ങനെയാണ് അറിയോ? ഇപ്പൊ 9374 അല്ലേ? ഫസ്റ്റ് സ്റ്റിക്കി നോട്ടിൽ ഒരു 2 എഴുതാം. ജസ്റ്റ് 2 എഴുതാം. ഓക്കെ, എഴുതി. 2 എല്ലാരും എഴുതി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് 3 ഡിജിറ്റ് അതുപോലെ എഴുതാം. അതായത് 937 2937. ആദ്യം ഇവിടെ 2 എഴുതാം. 2937 എഴുതുന്നില്ല. വേണ്ട, ആദ്യത്തെ 3 നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് നമ്പർ എന്ത് ചെയ്യും? നമ്മള് ഇതിന് ഒരു -2 ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഇപ്പൊ 4 - 2 എത്രയാണ്? 2. അപ്പൊ നമ്മുടെ ആൻസർ റെഡി ആയി. ഓക്കെ, ആൻസർ റെഡി ആയി. നമ്മൾ ഇവിടെ സ്റ്റിക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ?
ആദ്യം ഒരു 2 എഴുതാം, പിന്നെ സെയിം 3 നമ്പേഴ്സ് എഴുതാം, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 2 മൈനസ് ചെയ്ത് എഴുതാം. ചോദിച്ചോ ഏത്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ 1 ആണെങ്കിൽ 1 ന്ന് 2 എങ്ങനെയാ പോവാ? അപ്പൊ ഇവിടെ 7 ഇല്ലേ? അപ്പൊ ഇവിടെ 6 9 ആവും. അപ്പൊ ലാസ്റ്റ് 71 അല്ലേ പറയുന്നത്? 2 അപ്പൊ 69 ആവും. അങ്ങനെ വരുന്നതോ മാത്രം ചെയ്യാം. അപ്പൊ ഫസ്റ്റ് 3 നമ്പർ എഴുതണ്ട. അങ്ങനത്തെ സർ ഇതുപോലെ അങ്കിൾ ഇതുപോലെ ഉണ്ടാവോ? 2 9 3 6 9. അതെ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതാണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ 1 ആണെങ്കിൽ ശരി, മനസ്സിലായോ? ഇവിടെ 1 ആണെങ്കിൽ, അതേപോലെ ഇവിടെ 0 ആണെങ്കിലും, അപ്പൊ അതിൽ നിന്ന് ലാസ്റ്റ് 2 ഡിജിറ്റ് മൈനസ് ചെയ്യാം. അപ്പൊ 71 2 വരുമ്പോ 69. അപ്പൊ 69 വരും അവിടെ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ അത്ര നമ്മൾ 9 3 7 4 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു നമ്പർ കൂടി, 2 നമ്പർ കൂടി ഇതോടെ പറയാൻ പറയാം. 1 2 3 5. 3 5. അടുത്ത അങ്ങോട്ട് പറയാം. 5 3 2 1. 5 3 2 1. ഇവിടെ നിർത്താം. ഇത് നമ്മള് മറ്റുള്ളവരോട് ചോദിക്കേണ്ടതാണ്. അവര് പറഞ്ഞ നമ്പേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് നമ്മൾ എഴുതേണ്ട നമ്പേഴ്സ്. അതിലാണ് ഈ ആൻസർ വരിക. മനസ്സിലായോ? നമ്മൾ ആദ്യം എഴുതുന്ന നമ്പർ നമ്മൾ ആദ്യം ഇത് കൺസിഡർ ചെയ്യാം. ഇത് അല്ല, ഈ നമ്പർ കൺസിഡർ ചെയ്യാം. 1 2 3 5. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ എഴുതുമ്പോൾ ഇതും കൂടി കൂട്ടിയെങ്കിൽ 9 കിട്ടണം. 2 ആഡ് ചെയ്താൽ 9 കിട്ടണം. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ എഴുതേണ്ടത് പ്ലസ് ഇത് ഈക്വൽ ടു 9 ആയിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ 1 ആണ്. അപ്പൊ ഇവിടെ ഞാൻ 8 എഴുതും. മനസ്സിലായോ? കാരണം ഇതിവിടെ 1 അല്ലേ ഉള്ളത്. അപ്പൊ ഞാൻ 1 പ്ലസ് 8 അല്ലേ? 9. അപ്പൊ 9 ആൻസർ വരുന്ന പോലെ നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 2 ആണ് ഉള്ളത്. 2 ഇവിടെ 2 ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ എത്ര എഴുതണം? 7 7. കാരണം ഇതും കൂടി കൂട്ടിയാൽ 9 കിട്ടണം. നമ്മളെ മൈൻഡിൽ 9 ആ വേണ്ടത്. ഓക്കെ. അപ്പൊ അടുത്ത നമ്പർ എത്രയാണ്? 3 ആണ്. ഇവിടെ എത്രയാണ്? 6. ഓക്കെ. ഇത് എത്രയാണ്? 5. അപ്പൊ എത്ര എഴുതണം? 4. അപ്പൊ ഈ നമ്പർ നമ്മൾ എഴുതി. നെക്സ്റ്റ് നമ്പർ അവർ രണ്ടാമത്തെ നമ്പർ അല്ലേ, അതെടുക്കാം. അത് അടുത്ത എഴുതാം. അപ്പൊ ഞാൻ എത്ര ഇടാം? ഇവിടെ 4. അതും 9 തന്നെ കിട്ടണോ? അതും 9 തന്നെയാണ്. 4 3 അല്ലേ? അപ്പൊ ഇവിടെ 6. അപ്പൊ ഇവിടെ 2 7 ആവണ്ടേ? 7 പിന്നെ 8. ഇവിടെ 8. അപ്പൊ നമ്മൾ 5 നമ്പേഴ്സുമായി ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഉത്തരമായിരിക്കും. ആഡ് ചെയ്തൊക്കെ എല്ലാവരും ആഡ് ചെയ്യട്ടെ. എല്ലാരും ആഡ് ചെയ്യണം. 4 10
അതിന് ആഡ് ചെയ്തേ കാൽക്കുലേറ്റർ ഇല്ലാതെ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഏത് ആൻസർ വന്നത്? 29372. 29372. അതിന്റെ നമ്മൾ എഴുതിവിടെ. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു മാജിക്. അപ്പോ ഇതാർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി വേറെ ഒന്നിലേക്ക് പോവാ. പിന്നെ പേപ്പർ ആണോ? ഇനി മാത്സ് വേണോ സാധാരണ മാജിക് വേണോ? മാജിക്. നോർമൽ മാജിക്. നോർമൽ. ചെറിയൊരു കാർഡ് ട്രിക്ക് കാണിച്ചു കേട്ടോ. ഓക്കെ. കാർഡ് അപ്പോ എന്റെ കയ്യില് കുറച്ച് കാർഡ്സ് ഉണ്ട്, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. 10 കാർഡ്സ് ഉണ്ട് എന്റെ കയ്യില്. ഉണ്ടോ 10 കാർഡ്സ്? ഓക്കെ, ഇതിൽ 5 കാർഡ് ഗിരീഷ് അങ്ങന്റെ കയ്യിൽ കൊടുത്തു, 5 കാർഡ് എന്റെ കയ്യിലുണ്ട്. കണ്ടോ കാർഡ്? 5 കാർഡ്. അതുപോലെ ഗിരീഷ് കയ്യിലും 5 കാർഡ്. ഈ മാജിക്കിന്റെ പേര് എന്ന് പറഞ്ഞാല് ലാസ്റ്റ് 2 കാർഡ്സ് മാച്ച് എന്നാണ്. ഓക്കെ, അപ്പോ എന്റെ കയ്യിൽ 5 കാർഡ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 കാർഡ് മാച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ ഓരോ വേർഡ് ലെറ്റർ വൈസിൽ നമുക്ക് ഓരോ കാർഡ് താഴെ വെക്കാം. അപ്പൊ ആര് വെക്കണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് എന്നുള്ള വേർഡിന്റെ എൽ ആരാണ് എടുത്ത് വായിക്കുക? എൽ ലാസ്റ്റ്, LAST ലാസ്റ്റ്. ലാസ്റ്റിന്റെ എൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടുന്ന? എൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാർഡ് എടുത്ത് താഴെ വെക്കും. അത് ആരാണ് വെക്കേണ്ടത്? ഞാനാണ് വെക്കേണ്ടത്? ഗിരീഷ് ഓക്കെ, എൽ ഓക്കെ. അടുത്ത എ ആരാ വെക്കേണ്ടത്? അടുത്ത എസ്. ടി. ഓക്കെ, അപ്പൊ ലാസ്റ്റിന് അവിടെ സ്റ്റോപ്പ് ആയി. അപ്പൊ അതിന്റെ അടുത്ത മോളിൽ വരുന്ന കാർഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ മാറ്റി വെക്കും. കാണുന്നുണ്ടോ മാറ്റി വെച്ച സ്ഥലം? അതവിടെ മാറ്റി വെച്ചു. ഓക്കെ, അടുത്ത ഒന്നും കൂടെ ലാസ്റ്റ് കഴിഞ്ഞു. അതിന് 2 TWO. ആ ടി ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? W. O. ഓക്കെ, വീണ്ടും 2 കാർഡ് മുകളിലത്തെ 2 ടോപ്പ് കാർഡ് നമ്മൾ മാറ്റി വെക്കുന്നു. കാർഡ്സ് ലാസ്റ്റ് 2 കഴിഞ്ഞു. കാർഡ്സ് ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കാർഡ്സ് CABS. R. R. ഗിരീഷ് അങ്കിൾ. Yes. ഗിരീഷ് അങ്കിൾ. S ആണോ ആരൊക്കെ ഉണ്ട്? ഗിരീഷ് അങ്കിൾ. എല്ലാ ഗിരീഷ് അങ്കിൾ. അപ്പൊ എനിക്കില്ല. ലാസ്റ്റ് അങ്കിൾ. ടോപ്പ് കാർഡ് ഞാൻ മാറ്റി വെച്ചു. ഇനി എന്താണുള്ളത്? മാച്ച്. ആരാണ് വെക്കേണ്ടത്? എം അങ്കിൾ വെച്ചോ. MA.
അങ്കിൾ അങ്കിൾ വെച്ചോ. ടിആർ വാക്കടെ ഗിരീഷ് അങ്കിൾ ഗിരീഷ് അങ്കിൾ ഈ ഗിരീഷ് അങ്കിൾ അല്ല ഗിരീഷ് അങ്കിൾ. എച്ച്ആർ വാക്കടെ അങ്കിൾ 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 ടോപ്പ് കാർഡും മാറ്റി വെച്ചു. ബാക്കി 2 കാർഡ് ഇപ്പം ബാക്കി 2 കയ്യിലുണ്ട് അല്ലേ? ആ അപ്പൊ പറഞ്ഞതുപോലെ ലാസ്റ്റ് 2 കാർഡ് മാച്ച് എന്നാണ് മാജിക്. നമുക്ക് ലാസ്റ്റ് കാർഡ് 2 കാർഡ്സ് നോക്കി കഴിഞ്ഞാല് ലാസ്റ്റ് 2 കാർഡ് മാച്ച് ആയിരിക്കും അല്ലേ? ഈ കാർഡ് രണ്ടും ഈ മാജിക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇല്ല. ഈ ലാസ്റ്റ് 2 കാർഡ് മാച്ച് ആയി കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ കാർഡും മാച്ച് ആയിരിക്കും. നമുക്ക് നോക്കാം. കാണുന്നുണ്ടോ? നേരത്തെ വെച്ചിരിക്കുന്ന കാർഡ് നേരത്തെ എടുത്തു കഴിഞ്ഞാല് 3 അത് മാച്ച്. 5 മാച്ച് അല്ലേ? 4 അതോ 2 എല്ലാം മാച്ച് ആണ് മാജിക്. അപ്പൊ നമ്മള് നേരത്തെ അപ്പൊ നമുക്ക് രണ്ട് ഡിഫറെന്റ് പാറ്റേൺസിൽ 2 നമ്പർ വേണം. ഒരേ നമ്പറിൽ 2 കാർഡ്. അതെ. മാജിക്കില് ഇത് അറേഞ്ച് ചെയ്യുന്നതിലാണ് മാജിക് ട്രിക്ക് ഇരിക്കുന്നത്. ഇത് മാത്സ് ആണ്. ഇത് അറേഞ്ച് ചെയ്തിട്ട് നമ്മള് പറയുന്ന അനുസരിച്ചാണ് ട്രിക്ക്. അപ്പൊ അങ്കിൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓഡിയൻസ് പറഞ്ഞു അത് ഈ കാർഡ്സിനെ ഇതാക്കാൻ മിക്സ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അത് അറേഞ്ച് ചെയ്യണം വിത്തിൻ സെക്കൻഡിനുള്ളിൽ. ഇപ്പൊ നിങ്ങളായോണ്ട് കുട്ടികളായോണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് അത് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അത് കുറെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഷഫിൾ ചെയ്ത് കൊടുക്കാം. ഷഫിൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറ്റി വെക്കണം. ചെക്ക് ചെയ്യുമല്ലോ, ലാസ്റ്റ് ചെക്ക് ചെയ്യുമല്ലോ, ആ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് സ്പീഡിലൊന്ന് മാറ്റിയിട്ട് കൊടുക്കണം. അത് ലാസ്റ്റ് 2 വേർഡ്സ് മാച്ച് ആണോ സെന്റൻസ്? ലാസ്റ്റ് 2 കാർഡ് മാച്ച്. ലാസ്റ്റ് 2 കാർഡ്സ് മാച്ച്. 2 cards match. അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? Last 2 cards match. ഇതിപ്പോ കാർഡ് അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക് കാർഡ് എടുത്തു കഴിഞ്ഞാല് കാണുന്നുണ്ടോ? കണ്ടോ? കാർഡ് അറേഞ്ച് ചെയ്ത് കണ്ടോ? കണ്ടോ കാർഡ് അറേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന്? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് അറേഞ്ച് ചെയ്ത് ഇതേപോലെ ചെയ്താൽ മതി. ഇതേപോലെ എടുത്തിട്ട് ഒരാൾ ഹെൽപ്പിന് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി
ഒരു ഡെക്കിന് മാത്രം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് വരുന്ന കാർഡ് മാറ്റി വെച്ച് ചെക്ക് ചെയ്താൽ മതി. മനസ്സിലാവും. സിമ്പിൾ ആണ്. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് എന്ന് പറഞ്ഞാല് ഡെക്കിന്റെ ലാസ്റ്റ് LAST ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ രണ്ടും സെയിം ആയിട്ടുണ്ടാവും. TWO കഴിഞ്ഞാല് നെക്സ്റ്റ് എടുക്കുമ്പോ സെയിം ആയിരിക്കും. പക്ഷെ അങ്കിൾ നമ്മളിപ്പം ഇതിനിങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ പറയുന്നില്ലേ ഇത് ഗിരീഷ് അങ്കിൾ ഫസ്റ്റ് ചെയ്യണം എന്നെല്ലാം. അപ്പം ചെലപ്പം ഇത് റോങ് ആവില്ലേ? റോങ് ആവാതിരിക്കാൻ വേണ്ടിട്ടാണ്. അടുത്തത് ഒന്ന് പറയാം. 2 അല്ലേ? അല്ല ഗിരീഷ്, കുട്ടികളുടെ സംശയം മാറാൻ വേണ്ടിട്ട് 5 കാർഡും 5, 5, 10 കാർഡും ഇതേ സെന്റൻസും തന്നെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താ പറയാം. സെന്റൻസ് പല രീതിയിൽ മാറ്റുന്നതുണ്ട്. അത് ഈ സെന്റൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. 5, 5 കാർഡും ഈ സെന്റൻസും ആയി കഴിഞ്ഞാൽ മാച്ച് ആയിട്ട് വരും അല്ലെ? മാച്ച് ആയിട്ട് വരും. മാജിക്കിന്റെ പേര് മാജിക് തന്നെയാണ്. ലാസ്റ്റ് 2 കാർഡ് മാച്ച്, അതാണ് മാജിക്. അപ്പൊ ലാസ്റ്റ് വരുന്ന 2 കാർഡ്സ് മാച്ച് എന്നാണ് എല്ലാവരും ഓഡിയൻസ് വിചാരിക്കുക. അപ്പൊ അവരൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് എല്ലാ കാർഡും ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം സെയിം ആയിരിക്കും. കാർഡ് അറേഞ്ച് ചെയ്യുക ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട. അതേ ലെറ്ററിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. റോക്കറ്റ് പഠിക്കണ്ടേ? അപ്പൊ ഇതിന് വേണ്ടത് 3 വ്യത്യസ്തമുള്ള റോപ്പാണ്. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ആദ്യം നമ്മള് മീഡിയം ടൈപ്പ് റോപ്പില്ലേ, അത് ഫസ്റ്റ് തമ്പില് ഇങ്ങനെ പിടിക്കുക. കാണുന്നുണ്ടോ? തമ്പില് പിടിച്ച് സെൻട്രലായിട്ട് മീഡിയം ടൈപ്പ് സ്മോൾ ടൈപ്പ് നോക്കാം. ലാർജ് മൂന്നാമതായിട്ട് വെക്കണം. ഇത് മാജിക് ചെയ്യുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, കുറെ വാല് ചുരുട്ടി വെക്കുന്ന പറയുന്നില്ലേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് സ്മോൾ ചെറുത് പുറകിലൂടെ എടുക്കണം. അതായത് വലിയ റോപ്പിന്റെ പുറകിലൂടെ എടുക്കണം. പുറകിലെ എടുത്തിട്ട് ഇതുപോലെ ഈ 3 എൻഡും ഇവിടെ ഫുൾ ചെയ്ത് പിടിക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്ന പറഞ്ഞാല് ഈ വലിയ റോപ്പ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെയാണ്. കണ്ടോ? അപ്പൊ നമ്മൾ കാണുമ്പോ ഓഡിയൻസ് കാണുമ്പോ എന്താ വിചാരിക്കുക, 3 റോപ്പ് ഒരേ നീളത്തിലായിരുന്നു. എപ്പോഴും നമ്മൾ മാജിക് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം നമ്മൾ ഹൈഡ് ചെയ്യണം കൈകൊണ്ട്. പിന്നെ അതുപോലെ ഓഡിയൻസിനെ ഓരോന്നെടുത്ത് കാണിക്കുന്ന സമയത്തും ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മിഡിൽ ഉള്ള മീഡിയം ടൈപ്പ് എടുത്ത് കാണിക്കുക. രണ്ടാമത് കാണിക്കുന്ന സമയത്ത് മീഡിയം അവിടെ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കാണിക്കുക. അപ്പൊ എല്ലാവരും വിചാരിക്കും 3
റോപ്പ് ഒരേ നീളത്തിലായെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞിട്ടെ. ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലുള്ള 3 കയർ എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു പറഞ്ഞു. അത് ഇത് ഒരു മീഡിയം ടൈപ്പ് ഫസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ വെച്ചിട്ട് കണ്ടോ, വലുതെടുക്കണം. 3 ടൈപ്പ് എടുക്കണം. 3 ടൈപ്പ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ മീഡിയം ലെഫ്റ്റ് ഹാൻഡിൽ തമ്പോട്ട് ചേർത്ത് വെക്കാം. പിന്നെ സ്മോൾ എവിടെ വെക്കുക, രണ്ടാമത് വെക്കുക. മൂന്നാമത് വെക്കുന്നത് മൂന്നാമത് വെക്കുക. ഓക്കെ. ഇത് മടക്കി വെക്കുന്ന സമയത്ത് ഏറ്റവും ചെറുത് ഇതിന്റെ വലുതിന്റെ പുറകിലൂടെ എടുത്തിട്ട് ഇവിടെ വെക്കുക. പിന്നെ 3 ഇതുപോലെ എടുത്ത് വെക്കുക. പിന്നെ വലിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കും. മനസ്സിലായോ? മനസ്സിലായി. പ്രാക്ടീസ് ചെയ്താലേ ഇത് ഇതുപോലെ കാര്യം ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ കിട്ടും. കുറച്ച് ഒരു 10-15 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായി ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. ഞാൻ നിനക്കൊന്നുമില്ല. അവന്റെ കോട്ട കഴിക്കുന്ന പറയുന്നു സാധനമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ സ്ഥലത്ത് ചെയ്യാം, നേരിട്ട് ചെയ്യാം. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അത്രയല്ലേ പറ്റുന്നുള്ളൂ. ഓ, ഗിരീഷിന്റെ കസിനാ? അതെ അതെ അതെല്ലേ. എങ്ങനെ പേര് എങ്ങനെ? അനൂപ് അല്ലേ? അത് ഇതിലാകുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം കാണുമ്പോൾ ഇതല്ലേ. ഞാൻ ഒരു മാത്സിന്റെ ഒരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ ഞാൻ പറയാം. ആരെങ്കിലും ഒരാൾ കുറച്ച് വലിയ കുട്ടീനായിക്കോട്ടെ. ആരാ പറയുന്നത്? ദേവജ് ഒരു 2 ഡിജിറ്റ് നമ്പർ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അത് രണ്ടും ഇപ്പോ 21 ആണെങ്കിൽ 2 + 1 32, അങ്ങനെ 3 + 2, അങ്ങനെ അത് രണ്ടും ആഡ് ചെയ്യും. I mean, example 21 അതെങ്കിൽ 2 + 1 3. ആൻസർ വിചാരിക്കണോ? വേണ്ട. ഇപ്പൊ ഞാൻ സാമ്പിൾ പറയാം. ദേവജി 21 വിചാരിച്ചു. 21 അവിടെ ഉണ്ട്. പിന്നെ 2 + 1 3 അല്ലേ? ഓക്കെ. ഇനി അടുത്ത് കൊണ്ടുവന്ന ആ 21 ആ 3 മൈനസ് ചെയ്യണം. ഓക്കെ. ഒന്നും കൂടെ വരെ. ഫസ്റ്റ് മുതലേ ഒരു 2 ഡിജിറ്റ് നമ്പർ വിചാരിക്കും. 2 ഡിജിറ്റ് നമ്പർ അത് രണ്ടും ആഡ് ചെയ്യും. അത് രണ്ടും ആഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ആ നമ്പർ ഈ ആഡ് ചെയ്ത നമ്പർ മൈനസ് ചെയ്യും. ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പൊ കിട്ടിയ നമ്പർ മൈൻഡിലുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതില് സ്ക്രീൻ ഷെയർ ചെയ്തില് പറ്റില്ല. സ്ക്രീൻ ഷെയർ ഇതാക്കോ, എനേബിൾ. ഇതില് ഇല്ല. എനേബിൾ ചെയ്യണം. ഓക്കെ അങ്കിൾ.
ആ നമ്പർ മനസ്സിലല്ലോ, മാറിപ്പോയിട്ടില്ലോ? മാറിപ്പോരുത്. ഓക്കെ, ആ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ആ നമ്പർ ഏതാന്ന് വരുന്ന നോക്കണം. ഇപ്പോ ആ നമ്പർ 51 ആണെങ്കിൽ 51 നേരെ സണ്ണാ വരും. അത് 4 ആണെങ്കിൽ 4 നേരെ സ്കൈയാ വരും. മനസ്സിലായോ? ഓക്കെ. ആ നമ്പർ അതിന് നേരെ റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഓക്കെ. അതിപ്പോ ഇപ്പോ 52 ആണെങ്കിൽ എയർ ഇതാ വരുന്നത്. സബ്ട്രാക്ട് ചെയ്ത നമ്പർ ആ ഡിഫറൻസോ അല്ല ഞാൻ ഫസ്റ്റ് വിചാരിച്ച നമ്പറോ? ഫസ്റ്റ് വിചാരിച്ചെന്ന് ആഡ് ചെയ്തിട്ട് അത് ഡിഫറൻസോ സബ്സ്ട്രാക്ട് ചെയ്തില്ല, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആൻസർ ഇല്ല. മനസ്സിലായോ? ഓക്കെ. അത് ഫസ്റ്റ് വിചാരിച്ചു, ഒരു നമ്പർ വിചാരിച്ചു, അത് രണ്ട് ആഡ് ചെയ്തു, അത് ആ വിചാരിച്ച നമ്പർക്ക് മൈനസ് ചെയ്തു, അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടൂലേ? കിട്ടും. ആ ആൻസറിന്റെ നേരെ വരുന്നത് ഏതാണെന്ന് മനസ്സിൽ വിചാരിച്ചു. അത് മാറിപ്പോരെ? ആ നമ്പർ തന്നെ നമ്പറിന്റെ നേരെ തന്നെ വരണേ. ദേവജ് ഇവിടെ പോയി. ദേവജ് നേരെ പിൻ ചെയ്യാം. ദേവജനെ കണ്ടനെ എനിക്ക് പറയാൻ പറ്റൂ. പിൻ വീഡിയോ. ഓക്കെ ഓക്കെ, നേരെ ക്യാമറക്ക് നോക്കോ. അത് തന്നെ മനസ്സിൽ വിചാരിക്കണം, മാറിപ്പോരുത്. അത് തന്നെ മനസ്സിൽ വിചാരിച്ചോ. സണ്ണാണോ? സണ്ണാണോ? അതെ. സണ്ണല്ലേ? അതെ, കറക്റ്റ് ആണ്. എങ്ങനെ കിട്ടി? അതാണ് കിട്ടി, അതെന്റെ മൈൻഡ് റീഡ് ചെയ്താണ്. ഇത് പറഞ്ഞോ, ചെയ്യത് എന്നോട് ചെയ്യോ? എന്നോട് ചെയ്യോ അത്? ഓക്കെ, ഇനി ആരാണ്? അഞ്ജലി. അഞ്ജലി എന്നോട് ചെയ്യോ? ഓക്കെ, അഞ്ജലി അവിടെ പോയി. അഞ്ജലി പിൻ ചെയ്യട്ടെ. കണ്ടിട്ടില്ലേ? എനിക്ക് മൈൻഡ് റീഡ്. ഞാൻ ഇതുവരെ മൈൻഡ് റീഡിങ് ട്രൈ ചെയ്തിട്ട്. ഒരു 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ. ഓക്കെ. അതിൽ നിന്ന് അത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യും. ഏത് രണ്ട് ആഡ് ചെയ്യണം? അതിപ്പോ 21 ആണെങ്കിൽ 2 + 1 ആഡ് ചെയ്യണം. ഓക്കെ. 19 ആണെങ്കിൽ 9 + 1 ആഡ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് വിചാരിച്ച നമ്പറിൽ നിന്ന് ഈ ആഡ് ചെയ്ത നമ്പർ മൈനസ് ചെയ്യും. ജസ്റ്റ് പെൻസിൽ. ഒരു മിനിറ്റ്. ഇപ്പൊ 29 ആണെങ്കിൽ 2 + 9 അതിന്റെ 29 മൈനസ് ചെയ്യാം. കുറച്ച് സമയം വേണ്ടി വരും. എനിക്ക് ഇത് വേറെ ആളോട് ചോദിച്ചോ? അല്ലല്ല, ചോദിക്കോ അനാമികനോട്. നമുക്ക് നാട്ടിനോട് ചോദിക്കാം. ഓക്കെ, കാർത്തിക് അല്ലേ? കാർത്തിക്. ഓക്കെ. ഒരു ട്രിക്ക് ഗിരീഷ് അങ്കിളിനോട് ചോദിക്കുന്നത്. ഒരു
ഓക്കെ എനിക്കറിയാം. അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സപ്പോസ് ആൻസർ 81 പിന്നെ 81 അത് ആഡ് ചെയ്ത് ഏത് നമ്പർ കിട്ടുന്ന വെച്ചാൽ അത് മൈൻഡിൽ വെക്ക്. ഓക്കെ വെച്ചു. 1 ഡിജിറ്റ് ആണ് വരെ ആഡ് ചെയ്യണേ. 1 ഡിജിറ്റ് ആയി. എന്നിട്ട് 10 ആഡ് ചെയ്യില്ലേ? ചെയ്തു. 1 ആഡ് ചെയ്തു. ആൻസർ 20. കറക്റ്റ്. ഒരു ട്രിക്ക് ഉണ്ട്. മനസ്സിലായി. സെയിം തന്നെയാണ് ഇത്. ഞാനിപ്പോ പറഞ്ഞത് ഏകദേശം അതുപോലെ തന്നെയാണ്. ഒന്ന് ചെയ്തിട്ട് നമുക്കത് പറഞ്ഞുതരാം എങ്ങനെയാണ് കേട്ടോ. അങ്കിൾ എനിക്ക് ഉത്തരം കിട്ടി. കാർത്തിക്, നമുക്ക് കാർത്തിക് പറയാം. കാർത്തിക് ഓക്കെ. ഒരു 2 ഡിജിറ്റ് നമ്പർ വിചാരിക്കും. ഓക്കെ, അതിൽ നിന്ന് അത് രണ്ടും നമ്പർ രണ്ടും ആഡ് ചെയ്യും. അതിപ്പോ 21 ആണെങ്കിൽ 2 + 1 ആഡ് ചെയ്യും. എന്നിട്ട് ആ വിചാരിച്ച നമ്പറിൽ നിന്ന് ആ ആഡ് ചെയ്ത നമ്പർ മൈനസ് ചെയ്യും. ഒരു 2 ഡിജിറ്റ് നമ്പർ ആ 2 ഡിജിറ്റ് ആഡ് ചെയ്യാം. അതിൽ നിന്ന് ആ ഡിജിറ്റ് ഫസ്റ്റ് വിചാരിച്ച നമ്പർ ഇല്ലേ, അതിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യാം, ഈ ആഡ് ചെയ്ത നമ്പർ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 21 ആണെങ്കിൽ 21 അപ്പൊ 2 + 1 3 അല്ലേ? 21 3 മൈനസ് 18. ഓക്കെ, അതുപോലെ ഒരു 2 ഡിജിറ്റ് നമ്പർ വിചാരിക്കും. അത് രണ്ട് ആഡ് ചെയ്യും. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിയോട് പറഞ്ഞു തരും. ആഡ് ചെയ്തോ? ഞാൻ കേൾക്കാൻ പാടില്ല. കറക്റ്റ് ആവണം. കറക്റ്റ് ആയി കറക്റ്റ് മൈൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, രണ്ട് ആഡ് ചെയ്തോ? എന്നിട്ട് ആ വിചാരിച്ച നമ്പറിൽ നിന്ന് ഈ ആഡ് ചെയ്തത് മൈനസ് ചെയ്യും. ആ വിചാരിച്ച നമ്പറിൽ നിന്ന് ഈ ആഡ് ചെയ്തത് മൈനസ് ചെയ്തോ? ഓക്കെ, എന്നാല് വേറെ ചെയ്യാം. എന്നോട് ആ ശ്രേയ പറഞ്ഞു. 2 ഡിജിറ്റ് നമ്പർ വിചാരിച്ചോ? അത് രണ്ടും ആഡ് ചെയ്യും. ആ നമ്പർ രണ്ട് ആഡ് ചെയ്യും. എന്നിട്ട് ആ 2 ഡിജിറ്റ് നമ്പർ വിചാരിച്ചിരുന്ന് ആ നമ്പർ മൈനസ് ചെയ്യും. ഇപ്പൊ ആ നമ്പർ മനസ്സിലുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഉറപ്പന്നല്ലേ? ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ ഓക്കെ അല്ലേ? ഈ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ വിചാരിച്ച നമ്പർ ഉണ്ട്. അതിന് തൊട്ട് റൈറ്റിൽ ഇപ്പോ 23 ആണെങ്കിൽ എയർ, അതാണ് അത് വരുന്നത്. 38 ആണെങ്കിൽ 3, അങ്ങനെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ 40 ആണെങ്കിൽ സണ്ണ് വരും. 1 ആണെങ്കിൽ ട്രീ വരും. 2 ആണെങ്കിൽ മൂൺ വരും. മനസ്സിലായില്ലേ?
മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ആ എക്സാക്ട് വേർഡ് മനസ്സിലുണ്ടല്ലോ പോലെ ഉണ്ടോ? മനസ്സിലുണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതെന്നെ മനസ്സിലായിരിക്കണേ, മാറിപ്പോരുത്, പോരുത്. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. സ്റ്റാർ ആണോ? സ്റ്റാർ അല്ലേ? ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഓക്കെ, വേണോ? ആരൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ ഒരു നമ്പർ വിചാരിച്ചു. ഇപ്പോ എത്രയാണ്? ഞാനൊരു 49 വിചാരിച്ചു, മനസ്സിൽ വിചാരിച്ചു. 2 ഡിജിറ്റ് നമ്പർ ഞാൻ 49 വിചാരിച്ചു. ഓക്കെ, സാമ്പിള്. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യാൻ പറഞ്ഞു. അതായത് 4 9 ആഡ് ചെയ്തു 13 അല്ലേ? ഈ 49 13 മൈനസ് ചെയ്യാം. അപ്പൊ എത്രയാണ്? 36. അപ്പൊ എന്റെ ആൻസർ 36 ആണ്. ഓക്കെ, നമ്മളിപ്പോ ഈ ആൻസർ ആണ് മെയിൻ. കാരണം ഈ ആൻസർ എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 9, 18, 27, 36. ശ്രേയ കിട്ടി എത്രയാണ് നേരത്തെ? എത്രയാ? 9 ആ. ഓക്കെ, അപ്പൊ 9, 18, 27, 36, 45, 54, 63, 72, 81, 90. ഓക്കെ, ഒന്നും കൂടി പറയാം. അല്ലെങ്കിലോ? അപ്പൊ അതല്ലെങ്കിലോ? അത്ര തന്നെ. ഏത് നമ്പർ എടുത്തോ, ഏത് നമ്പർ എടുത്തോ. പറഞ്ഞു ഒരു നമ്പർ മനസ്സിൽ പറഞ്ഞോ. അഞ്ജലി പറഞ്ഞു 43. 43. ഓക്കെ, 43 4 + 3 7 മൈനസ് 36. അപ്പോ അങ്ങനെ ചെയ്തെങ്കിൽ എപ്പോഴും 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും നമ്മൾ മറ്റേ വിചാരിക്കും. ഓക്കെ അല്ലേ? തനിക്ക് മനസ്സിലായോ? അതെ, ഇപ്പൊ 2 ഡിജിറ്റ് നമ്പർ ഇപ്പൊ 21 വിചാരിച്ചു. 2 + 1 3. അപ്പൊ 21 3 മൈനസ് ചെയ്യുമ്പോൾ 18 കിട്ടും. 1 മുതൽ 99 വരെ ഏത് വിചാരിച്ചെങ്കിലും നമുക്ക് അതിൽ നിന്ന് ആ രണ്ടും ആഡ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 9, 18, 27, 36, 45, 54, 63, 72, 81, 90. പക്ഷെ 81 വരെ വരുള്ളൂ, ബാക്കി ആവശ്യമില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മളിപ്പോ ഇപ്പൊ സണ്ണ് വിചാരിച്ചു. ഞാനിപ്പോ സണ്ണ് ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ആ ചാർട്ടില് ഈ 9, 18, 27, 36, 45, 54, 63, 72, 81, 90 ഇതൊക്കെ സണ്ണ് എഴുതണം. മനസ്സിലായോ? അത് ആദ്യം ഫില്ല് ചെയ്യണം. അതായത് 9 പറയാം. ഓക്കെ, ആദ്യം മുതൽ നോക്കാം. ലാസ്റ്റ് ആണ്. ഒരു 2 ഡിജിറ്റ് നമ്പർ വിചാരിക്കാൻ വേണ്ടി പറയാം ആരോടത്തെങ്കിലും. അത് രണ്ടും ആഡ് ചെയ്യാൻ പറയാം. ഓക്കെ അല്ലേ? അതിൽ നിന്ന് ആ ഡിജിറ്റിന് ഈ ആഡ് ചെയ്ത് മൈനസ് ചെയ്യാൻ പറയാം. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ നമുക്ക് എപ്പോഴും ഒരു 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 9, 18, 27, 36 അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ടാക്കുന്ന സമയത്ത്, ഏതെങ്കിലും എക്സെല്ലോ ഏതെങ്കിലും ചാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പേര്, അതായത് സണ്ണോ എന്തെങ്കിലും സ്റ്റാർ, സണ്ണ്, മൂലം എന്ത് വേണം ചെയ്യാം. അപ്പൊ ആരെങ്കിലും പേരിടാം. ഇപ്പോ തൻവീരെ പേരിടാം, അഹിരെ പേര്, ആരെ പേരിടാം.
ആ 9 അത് മാത്രം ഇടാൻ പറ്റും. ഇപ്പൊ 9 ഇപ്പോ അൻഹിതയുടെ പേര് എന്നുണ്ടെങ്കിൽ അൻഹിത, 18 അൻഹിത, 27 അൻഹിത. ഒരു പ്രശ്നമുണ്ട് അങ്കിള്, ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് 19 എടുത്താല് നമ്പർ 19 അതിനിപ്പോ നമുക്ക് അങ്ങനെ അങ്ങനെ കിട്ടും 10 അല്ലേ കിട്ടുന്നത് നമുക്ക്? അതെ, 10 അല്ല 19 10 മൈനസ് എത്രയാണ്? അല്ല 19 1 + 9 = 10. അതെ, അല്ല അത് മൈനസ് ചെയ്യണം. അതിൽ നിന്ന് വിചാരിച്ച നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ 3 ഓ അതെ 9 അല്ലേ? ഞാൻ ഭയങ്കര മോശമാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ 9, 18, 27 ഇതെല്ലാം സെയിം ആയിരിക്കണം. അത് നമ്മൾ ഉത്തരം പറയാൻ പോകുന്നത് അതാണ്. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. ബാക്കി നിങ്ങൾ എന്ത് എഴുതാൻ കുഴപ്പമില്ല. അത് മാത്രം നിങ്ങൾ പറയേണ്ട ഉത്തരം അതാണ്. അപ്പൊ അത് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ എന്നിട്ട് ചാർട്ട് കാണിക്കാം. ചാർട്ട് കാണിച്ച് പറയാം നിങ്ങൾ ആ നമ്പറിന്റെ നേരെയുള്ള നമ്പർ വിചാരിക്കുക. അപ്പൊ 18 ആണെങ്കിൽ ഓഫ്കോഴ്സ് അത് സൺ തന്നെ ആയിരിക്കും. നമ്മൾ വിചാരിച്ച എഴുതിയെന്നായിരിക്കും. ഇത് ജസ്റ്റ് നോക്കി ജസ്റ്റ് പറയാം സൺ. അത്രേ ഉള്ളൂ. അങ്കിൾ, ഞാൻ അങ്കിൾക്ക് ഒരു ഇത് തരട്ടെ, ക്വിസ് ഞാൻ ചെയ്തത്. ഞാൻ അങ്കിൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരട്ടെ? ഓക്കെ, ഒരു മിനിറ്റ്. ഫസ്റ്റ് ഞാൻ ഷെയർ സ്ക്രീൻ ചെയ്യും. ഓക്കെ ഓക്കെ. ഫസ്റ്റ് അങ്കിൾ ഒരു പേര് മൈൻഡിൽ വെക്കുക. ഒരു പേര്, ഒരാളെ പേര്. ഓക്കെ വെച്ചു. കാണിച്ചു തരാം. അങ്കിൾ ഇത് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഒരു മിനിറ്റ്. ABCD അല്ലേ? ആ ഓക്കെ. ഓക്കെ. ഇപ്പം ഇതിൽ ഈ ഫസ്റ്റ് ഇത് കണ്ടോ, ABCD? ആ ABCDയില് ഫസ്റ്റത്തെ ലെറ്റർ ഉണ്ടോ? ഈ ABCD ഫസ്റ്റത്തെ ലൈനില്? ഓക്കെ. അല്ല, ഒരു മിനിറ്റ്. ഇപ്പം ഈ ഫസ്റ്റത്തെ ലൈൻ അങ്കിൾ കാണുന്നില്ലേ, ABCD? അതില് അങ്കിൾ ആലോചിച്ച പേരിന്റെ ഫസ്റ്റത്തെ ലെറ്റർ ഉണ്ടോ? ഇല്ല. സെക്കൻഡ് ആയില്ലോ? സെക്കൻഡ് ലൈനിലും ഇല്ല. തേർഡ് ഇല്ല. ഫോർത്ത് ഉണ്ട്. ഓക്കെ. അത് ഫോർത്ത് ലൈനില് എത്രാമത്തേതാവും? സെക്കൻഡ് ആണ്. ഓക്കെ, ഫോർത്തിൽ സെക്കൻഡ്. ഓക്കെ. ഇനി സെക്കൻഡ് ലെറ്റർ ഏതിലുള്ളത്? ഫസ്റ്റ് ലൈനിൽ. അത് മീൻസ് ഫസ്റ്റിലാണ്? ഫസ്റ്റ് ലൈനില് ഏതിലാണ്? ഫസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോ എല്ലാം പറയല്ലോ. ഇപ്പൊ എന്റെ ആൽഫബറ്റ് ഫുള്ള് പറയല്ലോ. പറയാം. ഇനി തേർഡിലോ? തേർഡ് നമ്പർ ഫോർത്ത് റോയിലാണ്. തേർഡ് ഫോർത്ത് റോയില് എത്രാമത്തത്? രണ്ടാമത്തത്. ഇനി ഫോർത്ത്? ഇത് ഞാൻ ഫുള്ള് പറഞ്ഞു. പേര് പറയും ഇപ്പൊ ഞാൻ. അതല്ല, മീൻസ് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ആദ്യം പറയും. 5 letters. ഓക്കെ. അല്ല, ഈ ഫോർത്തും ഫിഫ്ത്തും കൂടി പറയാം. ഞാൻ പറഞ്ഞുതരാം ഏത് പേരാണ്. ഫോർത്ത് ഫസ്റ്റില് ലാസ്റ്റ്. ഫസ്റ്റില് ലാസ്റ്റ്. ഓക്കെ. ആൻഡ് ഫിഫ്ത്തില്? ഫിഫ്ത്ത് സിക്സ്തില് ഫസ്റ്റ്. സിക്സ്തില് ഫസ്റ്റ്. ഓക്കെ. ഇനി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണ്ടായിരിക്കും. അതെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണ്ടായിരിക്കും. Wait. Third one. ഒരു മിനിറ്റ്. ആദ്യമായിട്ട് കഴിയാൻ.
നന്ദു. അങ്കിൾ ഞാൻ കുറച്ച് കളഞ്ഞിട്ട് പറയും, ഇത് കിട്ടുന്നില്ല, തെറ്റുന്നു. അല്ല എന്താ ചെയ്യുന്നത് എന്താണ്? മീൻസ് ലൈക്ക് അതല്ല, ഇപ്പം ലൈക്ക് ഞാൻ ഒരു അങ്കിൾ ആലോചിച്ച പേര് പറയും, അത് മൈൻഡിൽ വെക്കും. പിന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് ലൈനിൽ ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് ഇത് ചെയ്തിട്ട് ഇത് കിട്ടും. ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ല, പിന്നെ നോക്കാം. ഓക്കെ. ആ പേര് അങ്കിൾ വിചാരിച്ചതൊന്ന് പറയുവാ. ഏതാ പേര് അങ്കിൾ വിചാരിച്ചത്? നന്ദു. ഏത് ഇപ്പൊ വിചാരിച്ചോ? ആ നന്ദു. എനിക്ക് കിട്ടി. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇതാക്കി പറഞ്ഞില്ലേ. അല്ല എനിക്ക് തെറ്റിപ്പോയി, എന്തോ പ്രോബ്ലം. കുഴപ്പമില്ല. അവള് നോക്കട്ടെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അനാമിക അത് കണ്ടുപിടിക്കട്ടെ. പേര് ഓൾറെഡി കാർഡ് മാജിക് ഒന്നുമില്ല. ഇത് സാധനം ഇല്ലാത്തോണ്ട്, അതായത് അവനൊന്നും കാണിക്കാൻ പറ്റാത്ത. 1.5 മണിക്കൂർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഐറ്റംസ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഫീഡ്ബാക്കും കൂടി എടുത്തിട്ട് മണിക്ക് മറ്റേ പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് പിന്നെ സ്ട്രെച്ച് ചെയ്യണമെന്നില്ല. ഐറ്റംസ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വേണം ഇനി പിന്നെ അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കവിത ഇല്ലേ അവിടെ? അനന്യര് മാജിക് ഇല്ലേ? ഓക്കെ. ഇപ്പൊ പറഞ്ഞത് മാജിക് റിപ്പീറ്റ് ചെയ്ത് കാണണോ? വേണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ചെറുത്താണ്. ഓക്കെ, അവള് പിന്നെ പ്രിപ്പയർ ആവുന്നത് വരെ കവിത, സ്മിത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുക്കാം. നമ്മൾ ഒരുപാട് സ്ട്രെച്ച് ചെയ്യണമെന്നില്ല, കാരണം വൈകുന്നേരം വീണ്ടും പ്രോഗ്രാം ഉണ്ടല്ലോ. അതെ, പെട്ടെന്ന് ചെയ്യാം. കഴിഞ്ഞോ? മാജിക് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? മാട്രിക്സ് കുറെ ഉണ്ട്, വേണ്ട പിന്നെ അപ്പൊ നോക്കാം. അതെയോ? അങ്ങനെയില്ല, മാജിക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തോ. ഫീഡ്ബാക്ക് എടുക്കണോ കവിത? ഫീഡ്ബാക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഈ ആഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ച്? അതെ, അങ്ങനെ ഒന്നും പറയാനില്ലെങ്കിൽ മാജിക് കണ്ടിന്യൂ ചെയ്തോ. അത് കണ്ടിന്യൂ, പിന്നെ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫീഡ്ബാക്കിലേക്ക് പോവാന്ന് പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്. ശരി. ആദ്യത്തെ ട്രിക്ക് ഒരു വാനിഷിംഗ് തൂക്കുക. കാണുന്നില്ല എല്ലാവർക്കും? കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നുണ്ട്. കയ്യിന്റെ ആ സൈഡ് കാണിക്കോ? കയ്യിന്റെ ആ സൈഡ് കാണിക്കോ? ബാക്കിൽ കാണിക്കോ? പിടിച്ചു പോയി. ഇതിന്റെ ബാക്ക് സൈഡ് അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പോയി ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ട്രിക്സ് വേണോ? വേണം. വേണം. മാത്സ് തന്നെ വേണോ, അല്ല വേറെ ഒന്നും വേണോ?
കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാത്സ് ട്രിക്ക്. മാത്സ് ട്രിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാത്സ് ട്രിക്ക് എന്താ വേണ്ടത്? അത് മാത്സ് ട്രിക്സ് പറയുമ്പോ എല്ലാം കുറച്ച് വലിയ കുട്ടികൾക്കതേ ഉണ്ടാവും. കാരണം അവര് മൈൻഡിലെല്ലാം ചിന്തിക്കണല്ലോ. ചെറിയ കുട്ടികൾക്ക് പറ്റിയത് കുറവാണ്. ഓക്കെ, ഇതൊന്നും കൂടി ചെയ്യാൻ പറ്റും. ഓക്കെ, മാജിക്, യൂഷ്വൽ മാജിക്. യൂഷ്വൽ മാജിക് അവന്റെ കയ്യിൽ കോട്ട തീർന്നല്ല, അവന്റെ കയ്യിൽ സാധനമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എഴുതി ട്രിക്സ് നമുക്ക് നോക്കാം. എല്ലാരും ഒരു കുറച്ച് ആൾക്കാരെ ഞാൻ ആദ്യം ഇവിടെ ഒരു പേര് എഴുതുന്നുണ്ടേ. കാണുന്നുണ്ടോ? ഇതിന് നമ്മൾ എഴുതണോ? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇത് മടക്കി വെച്ചു. ഓക്കെ, മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കാണുന്നില്ല, സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നില്ലേ? ഞാൻ എടുക്കൂല അത് കേട്ടോ. സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ആൾക്കാർ കുറച്ച് ആനിമൽസിന്റെ നെയിം പറ, ഓരോരായിട്ട് പറ. ചീറ്റ, 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 ഡോൾഫിൻ, 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 കാറ്റ്, ഡോൾഫിൻ, കാറ്റ്. ഞാൻ ഇതൊന്ന് മടക്കട്ടെ. മടക്കി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇതാണ് ഞാൻ ആദ്യം എഴുതി വെച്ചത്. അത് കാണിച്ചിന പേര് നമുക്ക് ഇല്ല, ഞാനത് എഴുതി വെച്ചാണ്, അത് കാണിച്ചിട്ടില്ല. എന്റെ ഒരു മനസ്സിൽ വരുന്നത് ഞാൻ അവിടെ എഴുതി വെച്ചാണ്, സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചീറ്റയാണ്. അടുത്ത പറ. Next one. Dog. 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 പറഞ്ഞോണ്ട് കേൾക്കണ്ടേ? Lion. Lion. ഇത് മടക്കി വെക്കുന്നുണ്ട്. Deer. Deer. Cow. 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 Deer. Tiger. Cow. Tiger. Cow. Cow. Tiger. ദേവുട്ടി സംസാരിക്കുന്നത്. ദേവുട്ടി മിണ്ടുന്നില്ലല്ലോ. ദേവുട്ടി എത്ര ആനിമൽസിന്റെ പേര് വേണം? കൊറേ പറഞ്ഞു. ഇനി അടുത്ത ദേവുട്ടി പറഞ്ഞു. Reindeer. പറഞ്ഞു. Reindeer. Dolphin. ഡോൾഫിനോ? Horse. ദേവുട്ടി പറഞ്ഞോ? Giraffe. ജിറാഫ്. ഓക്കെ, ഇത് നിങ്ങൾ പറഞ്ഞൊക്കെ എഴുതുന്നുണ്ടേ. ഇതെല്ലാം ഇവിടുത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇവിടെ ഉണ്ടേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണായില്ലേ? മതി. അങ്കിൾ ടൈഗർ എഴുതോ? ടൈഗർ ലാസ്റ്റ്. ടൈഗർ കൂടി ലാസ്റ്റ്. ടൈഗർ. ഇപ്പൊ എല്ലാം നിങ്ങൾ പറഞ്ഞ പേരാണേ. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഫസ്റ്റ് ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഇതെല്ലാം
ഏതാ മാറ്റണ്ടേ? ആ സൈഡിലത് ഒരു 3-5 പറഞ്ഞു. മിഡിലുള്ളത് ഇത് മാറ്റി. അത് മാറ്റി. സൈഡിൽ അത് ഇത് മാറ്റി. പിന്നെ ആ ഒരു ഹട്ട് പോലെ നിക്കുന്നത് ആ പേപ്പറിന്റെ മേളിൽ. ഇതോ? അതെ. ഇത് മാറ്റി. 3 മാറ്റി. പിന്നൊന്ന് ബോട്ടം താഴെ ഒരു റെക്ടാംഗിളിഷ് മോഡൽ. ഇതോ? അല്ല അതിനാലും താഴെ. ഇത് അത് 4 മാറ്റി. ഇനി ഒന്നും കൂടി പറഞ്ഞു. ഇനി ആ സാധനം പിന്നെ ഹട്ട്. ഓക്കെ, അത് മാറ്റിക്കോ അങ്കിൾ. മാറ്റി. ഇനി ഒന്നും കൂടി പറഞ്ഞു. അതും ഹൗസി മോഡൽ അത് മാറ്റിക്കോ. ഓക്കെ, അത് അത്ര മാറ്റി. എല്ലാം നിങ്ങൾ പറഞ്ഞാന്നേ, ഞാൻ എടുത്തല്ല. ഓക്കെ അല്ലേ? 3 ബാക്കിയുണ്ട് അല്ലേ? ഓക്കെ, ഈ 3 അവിടെ വെച്ചു. ഞാൻ ഇത് എടുക്കാം. നിങ്ങൾ മാറ്റം നിങ്ങൾ പറഞ്ഞാന്നേ. ഏതാ മാറ്റം പറ? ബോട്ടം ഏറ്റവും ബോട്ടം ഉള്ളത് അത് മാറ്റണം. സൈഡിലുള്ളത് അതന്നെ. ഏത്? ഇതോ? ടോപ്പ് അതന്നെ. അഞ്ജലി സ്ക്രീൻ ഷെയർ നിർത്തുവോ? സോറി ഞാൻ അറിയാതെ ചെയ്തതാ. അതും കൂടെ. ഇനി 2 കൂടെ. മറ്റേ ടോപ്പിലില്ല, ആ സൈഡ്. അത് കുറച്ച് തിന്നായത്. ആ ലാസ്റ്റ് കുറച്ച് തിന്നായത് അതല്ല അത് കൂടി മാറ്റി. ശരി, അത് അവിടെ മാറ്റി വെച്ചു. ഞാൻ ഇതെല്ലാം എടുത്തിട്ടാണ്. ഇനി നിങ്ങൾ പറ. ടോപ്പ് ഏറ്റവും ടോപ്പില്ലത്. അതല്ല അത്. പിന്നെ സൈഡ്, ലെഫ്റ്റ് സൈഡ് അതും, പിന്നെ റൈറ്റ് സൈഡ്. ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി വിളിക്കാണ്. ഏതാണ് പറഞ്ഞത്? ലെഫ്റ്റ്. റൈറ്റ്. ഐ ചൂസ് റൈറ്റ് മതി. റൈറ്റ്. ഒരാൾ പറഞ്ഞു. അങ്കിൾ റൈറ്റ്. ഇത് അത്. ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞാണേ, ഞാൻ നോക്കിയല്ല. Dolphin. ആരാ എടുത്തത്? ഞാൻ എടുത്തത്. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചൊന്നുമില്ല. ഇതവിടെ സൈഡിൽ ഇത് വേറെയാണ്. ഇവിടെ എഴുതി വെച്ചൊന്നുമില്ലേ? നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. It has dog written. Dog. ദേവജ് ലെഫ്റ്റ് ചൂസ് ചെയ്താൽ മതിയായിരുന്നു. ദേവജിന്റെ മൈൻഡ് അങ്ങ് റീഡ് ചെയ്ത് വെച്ചാണ്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? റൈറ്റ് ഓൾവേസ് എനിക്ക് ലക്കി സൈഡ് ആണ്. അതുകൊണ്ടല്ലേ ഇത് കറക്റ്റ് വന്നത്. ഓക്കെ, ഇത് ശരിക്കും ഈസിയാണ്. ജസ്റ്റ് ഒന്ന് കെയർ മാത്രമേ വേണ്ടൂ ഇതിന്. നമുക്ക് സാധാരണ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ആനിമലിന്റെ നെയിം എഴുതാം. അപ്പൊ ഞാൻ ഡോഗ് എന്നാണ് എഴുതിയത്. അല്ല, ഇപ്പൊ ഞാൻ ആദ്യം കാറ്റ് എഴുതി. കോമൺ ആയ നെയിം ഒന്ന് എഴുതി വെക്കാം. അതായത് കാറ്റ്, ഡോഗ്, ഹോഴ്സ്, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒന്ന് അത് ഫസ്റ്റ് മടക്കി ഇവിടെ വെക്കാം. ഓക്കെ അല്ലേ? ഞാൻ കാറ്റ് എഴുതിയത്. ഞാൻ നിങ്ങളോട് ചോദിക്കാണ് ഓരോ ആൾക്കാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരാളെ ഡോഗ് പറഞ്ഞു. ഓക്കെ, അത് ഞാൻ എടുത്തു വെച്ചു. എലിഫന്റ് പറഞ്ഞു. ഈ കാറ്റ് പറയുന്നവരെ ഞാൻ ചെയ്യും. കാറ്റ് കൂടി പറഞ്ഞു. അപ്പൊ കാറ്റ് വന്നു. എന്റെ കാറ്റ് വന്നു ഇവിടെ. പിന്നെ ഡിയർ വന്നു. എല്ലാം വന്നു. ഓക്കെ അല്ലേ? മാറ്റി വെച്ചു. ഞാൻ കാറ്റ് കണ്ട കാറ്റ് നമ്മളത് ചുരുട്ടിയിട്ട് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയ സ്ഥലത്ത് വെക്കാം. റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ വെക്കാം. കണ്ടോ? വെക്കാം. അതേപോലെ മറ്റേ എല്ലാം ചുറ്റി അതുപോലെ ഇങ്ങനെ ചുറ്റിട്ട് വെക്കാം. ഇതും വെക്കാം. ഇതും വെച്ചിട്ട് ഓക്കെ അല്ലേ? അപ്പൊ ഈ കാറ്റ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കുളിക്കുമ്പോ കാറ്റ് എടുക്കുമ്പോൾ ഇതിൽ കാറ്റ് വിടും. അപ്പൊ എടുക്കുമ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ എടുക്കാം.
നമ്മൾ ഒന്നിച്ചിങ്ങനെ കുളുക്കുന്ന ഇങ്ങനെ കുളുക്കുന്ന ആളാക്കിയിട്ട് നമുക്ക് അത് അവിടെ തന്നെ ഇടാം. അത് ഇതാണ് കാറ്റ് കേട്ടാ. നമുക്കത് കെയർ ചെയ്യണം. കാറ്റ് ചെയ്താന്നല്ല കെയർ ചെയ്യണം എപ്പോഴും. നിങ്ങളുടെ അടുത്ത് പറയാം ഏതാണ് മാറ്റുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് മൂന്നുമാണ് മാറ്റേണ്ടത് പറയാം. അല്ലെങ്കിൽ ഇത് അത് മാറ്റിയാലോ? ഇപ്പൊ നമ്മൾ കാറ്റിനെ മാറ്റിയാലോ? ഇപ്പൊ നമ്മൾ കാറ്റിനെ മാറ്റാൻ പറ്റും. കാറ്റിനെ മാറ്റി. അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ മാറ്റിയിട്ട് നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ ഇതെല്ലാം എടുക്കണം. കാറ്റിനെ മാറ്റിയില്ല നിങ്ങൾ. ഇതിൽ കാറ്റ് ഉണ്ട്. ഇതെണ്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് കാറ്റ് വരുന്ന ഏതാണ് ആ ബാച്ച് നമ്മൾ എടുക്കണം. മനസ്സിലായോ? ചിലപ്പോ നമ്മൾ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അത് ഇവിടെ ഉള്ളതായിരിക്കും. ഇവിടെ ഉള്ളതാണെങ്കിൽ മറ്റേത് മാറ്റിയിട്ട് ഈ ബാച്ച് എടുക്കാം. പക്ഷെ അതേ നെക്സ്റ്റും അതേപോലെ ഇങ്ങനെ അത് നമ്മള് ലെഫ്റ്റ് എടുക്കാം. നോക്കാം, ഇങ്ങനെ വിളിച്ച് നോക്കാം, എടുക്കാം. അങ്ങനെ മാറ്റി ലാസ്റ്റ് ഏത് ബാച്ചാണ് കാറ്റ് വരുന്നത്. നേരത്തെ ദേവജ് ലാസ്റ്റ് ഡോഗ് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് രണ്ടായിരുന്നുള്ളത്, ഡോഗും വേറെ എന്തോ ആയിരുന്നത്. അപ്പൊ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡോഗിന്റെ വെച്ചോ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് മാറ്റിയിട്ട് ഇത് പറയട്ടെ. മനസ്സിലായോ? നമ്മളിപ്പോ ഇവിടെ എഴുതി വെച്ചത് ഏതാണ് അതെപ്പോഴും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് ഏത് ബാച്ചിലാന്ന് കഴിഞ്ഞാൽ അത് എടുത്തെടുത്തിട്ട് മാറ്റി ലാസ്റ്റ് അത് തന്നെ നമ്മൾ എടുക്കുന്ന പോലെ എല്ലാം ചെയ്യണം. അതിപ്പോ അങ്കിള് ഈ ഒരു വലിയ ഷോയില് പോയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി ഏതെന്ന് അറിയില്ല ഇപ്പൊ. അപ്പൊ എന്താക്കും? ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. 1000 ആൾക്കാരുള്ള ഷോന്റെ അടക്കം എല്ലാം പോയി. അതിലിപ്പോ നമ്മൾ ചെയ്യാമോ? അത് അത്രയും പ്രാക്ടീസിൽ വരെ ചെയ്യൂ. ഇത് നിങ്ങളെ മുമ്പ് ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. മനസ്സിലായോ? അതുപോലെ നമുക്ക് നമ്പേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്പേഴ്സിന് കുറെ ചെയ്യാൻ പറ്റും. കുറെ നമ്പേഴ്സിന്റെ കുറെ ഉണ്ട് ബാച്ച്. എനിക്കറിയാം നമ്പേഴ്സിനെ കൊണ്ട്. മീൻസ് ലൈക്ക് കൊട്ട് ചെയ്തിട്ട് സെയിം വേ. അതില്ലേ ഇനി വേണം മാത്സിന്റെ വേണ്ടല്ലോ. ഞങ്ങൾക്ക് മാത്സ് ചെയ്യാറ്, വേറെ ശരിക്കുള്ള മാജിക് അറിയും. വേണോ? വേണം. റിഡിൽസ് ചോദിക്കോ? റിഡിൽസ് അല്ല വേണ്ട, ഈ മാത്സിന് മാജിക് കാണിച്ചതാ. മാത്സിന്റെ മാജിക് അടുത്തൊരു ജസ്റ്റ് ഒരു മൈൻഡ് റീഡിങ് കൂടി പോവാം. ജസ്റ്റ് ഒന്നും കൂടെ. ഓക്കെ, ആരാ അതിന് ഒരാളാരാ? അനന്യ കുട്ടി വരിക. ബാക്കി അനന്യ കുട്ടിയോടെ ഞാൻ വലിയ കുട്ടികളെ വിളിക്കുന്നത്. ഇത് കുറച്ച് ആഡിങ് സബ്സ്ട്രാക്ട് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അനന്യയുടെ അനന്യ ഒരു 1 ഡിജിറ്റ് നമ്പർ വിചാരിക്കും. ഓക്കെ, into 2 ചെയ്യും. പിന്നെ into 5, പിന്നെ into 10. into 2 ചെയ്തോ. 1 ഡിജിറ്റ്, അതായത് ഇപ്പോ 2 ആണെങ്കിൽ into 2 4. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഒരു നമ്പർ വിചാരിച്ചു into 2 plus 8 വിചാരിച്ചോ? ഒരു നമ്പർ കിട്ടിയില്ലേ ഇപ്പോൾ? കിട്ടിയോ? നമ്പർ കിട്ടിയോ? അതായത് ഒരു നമ്പർ വിചാരിച്ചു into 2 plus 8. ഓക്കെ അല്ലേ? അതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യും. കിട്ടിയോ?
ഇപ്പൊ നമ്പർ കിട്ടിയില്ലേ ലാസ്റ്റ്, അതിൽ നിന്ന് ആദ്യം വിചാരിച്ച ഒരു നമ്പർ ഇല്ലേ അത് മൈനസ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, അതെന്നെ മാറിപ്പോയത്. അത് നമ്മൾ ആൽഫബറ്റിൽ ഏതാ വരുന്നത്, എ ബി സി ഡി ഇ എഫ് ജി എച്ച്, ആ വഴിയിൽ ആ നമ്പർ ഏതാണ് വരുന്നത് ആ ആൽഫബറ്റ് വിചാരിച്ചു. അത് ആ നമ്പറിന്റെ സെയിം വരുന്ന ആൽഫബറ്റ്. അപ്പൊ 1 ആണെങ്കിൽ എ, 2 ആണെങ്കിൽ ബി, അങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ആ ആൽഫബറ്റ് മാത്രം വിചാരിച്ചില്ലേ? ഓക്കെ, ആ ആൽഫബറ്റിന്റെ നെക്സ്റ്റ് ആൽഫബറ്റ് ഇപ്പോ എ ആണെങ്കിൽ ബി അടുത്ത് വിചാരിക്കും. ഇപ്പൊ ആ നെക്സ്റ്റ് ആൽഫബറ്റ് മാത്രമേ ഓർമ്മയുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു ആനിമലിന്റെ നെയിം അത് ഫസ്റ്റ് ലെറ്റർ വരും. ആനിമലിനാവണം, ബേർഡ്സ് ആവരുത്. അറിയില്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചോ ആനിമലിന്റെ പേരുണ്ടോ അത് ആ ലെറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ആനിമൽ മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. ഓക്കെ, അതായത് ഫസ്റ്റ് കിട്ടിയ നമ്പറിൽ ആൽഫബറ്റ് വിചാരിച്ചു, അത് നെക്സ്റ്റ് ആൽഫബറ്റ് വിചാരിച്ചു, ആ ആൽഫബറ്റിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ മാത്രമേ, സോറി, ആനിമൽ നെയിം മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. ഓക്കെ, അതിന്റെ ആ ആനിമലിന്റെ കളറും വിചാരിച്ചു ഒന്ന് മനസ്സിലങ്ങനെ. ഓക്കെ അല്ലേ? കളർ എന്തായാലും കുഴപ്പമില്ല, കളർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോ പറയട്ടെ, ഏകദേശം ഞാൻ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. ഇപ്പൊ വിചാരിച്ച എന്താ പറയട്ടെ? കളറ് ആദ്യം പറയും. ഓക്കെ, എന്നാലും ബാക്കി പറയണ്ടേ. കളറ് അനന്യന് കിട്ടുന്നില്ല. അനന്യ വേറെ ദൂരെ എവിടെ നോക്കുന്നോണ്ട് കണ്ണിന് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ കിട്ടും. കളറ് ഗ്രേയും ഡാർക്ക് ബ്ലാക്ക് ആണ് അല്ലേ? അയ്യോ, ഇത് വലിയൊരു ആനിമലാണല്ലോ. ചെറുതൊന്നല്ലേ വിചാരിച്ചല്ലേ? വലിയ ചെവിയല്ലേ? തുമ്പിക്കൈയിലെ. ഓക്കെ, ഈസ് ഇറ്റ് എലിഫന്റ്? അത് ഒരു ഭാഷ ആക്കാൻ പറ്റും, ആക്കാൻ പറ്റില്ല. അതെല്ലാം ചെയ്ത സെയിം ആൻസർ അല്ലേ കിട്ടാ? എലിഫന്റ് അല്ലേ കിട്ടാ? ഏത്? എല്ലാരോടും ചോദിച്ചാൽ എലിഫന്റ് അല്ലേ കിട്ടാ? അത് എല്ലാരും ചോദിച്ചാൽ എലിഫന്റ് കിട്ടും. ഞാനിവിടെ ട്രൈ ചെയ്തപ്പോ എനിക്ക് എലിഫന്റ് കിട്ടി. ആ, എലിഫന്റ് കിട്ടും. കാരണം നമ്മൾ ലാസ്റ്റ് വരുന്ന ആൻസർ 4 ആയിരിക്കും. 4A പ്ലസ് ABCD അല്ലേ? നെക്സ്റ്റ് ഇ ആണ്. ഇയില് സാധാരണ എല്ലാരും വിചാരിക്കുന്ന ആനിമൽ എലിഫന്റ് ആണ്. വേറെ ആനിമൽ ഇയിൽ തുടങ്ങുന്നൊന്നുമില്ല, കുറവാണ്. അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മൈൻഡ് റീഡിങ്. മനസ്സിലായില്ല. ഇനി സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞാ കേട്ടാ. എനിക്ക് മൈൻഡ് ഇത് മനസ്സിലായില്ല. ഇത് നമ്മളിപ്പോ ആദ്യം ഈഗിൾ ബേർഡ് അല്ലേ? എലിഫന്റേ ഉള്ളൂ സാധാരണ. എല്ലാരും പെട്ടെന്ന് വിചാരിക്കുന്ന എലിഫന്റ് ആയിരിക്കും. മനസ്സിലായില്ല. പറയണോ? അതായത് ഒരു നമ്പർ വിചാരിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഞാനിപ്പോ ഒരു 6 വിചാരിച്ചു. ഇൻറ്റു 2 12 പ്ലസ് 8 കൂടി ചെയ്യാൻ പറയും. അപ്പൊ അത് 20. 20നെ ഡിവൈഡ് ബൈ 2 10. മനസ്സിലായോ? ഞാൻ ഫസ്റ്റ് വിചാരിച്ച 6 10 എന്ന് മൈനസ് ചെയ്യാൻ പറയും. അപ്പൊ എത്ര? 4 ആണ് ഉത്തരം വരുന്നത്. എന്തായാലും 4 ഉത്തരം വരുള്ളൂ. അപ്പൊ ABCD അല്ലേ? D അല്ലേ വരുന്നത്? അപ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് ഡി വെച്ച് എന്തെങ്കിലും പറയാം. പക്ഷെ ഡി വെച്ച് കുറെ ആനിമൽസ് ഉണ്ട്, ഡിയർ ഉണ്ട്, ഡോങ്കി ഉണ്ട്, കുറെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കൂടി പോവാണ്. നിങ്ങൾ അടുത്ത നമ്പർ പറഞ്ഞു, അടുത്ത ആൽഫബറ്റ് വിചാരിച്ച പോലെ. അപ്പൊ അത് ഇ ആണ് വിചാരിക്കുന്നത്.
അപ്പൊ ഈയില് സാധാരണ എലിഫന്റ് മാത്രമേ അധികം ആളും വിചാരിക്കുള്ളൂ. അതേപോലെ ഡി പറയുന്നുണ്ടെങ്കിൽ ഡിയിൽ അധികം ആൾക്കാരും നമ്മളിപ്പോ ആനിമൽ അല്ലാതെ നമ്മളൊരു കൺട്രിയുടെ പേര് വയ്ക്കും. ഡി അധികം കൺട്രിയുടെ പേര് ഡെൻമാർക്കേ പറയൂ, വേറെ കൺട്രീസ് ഡി കുറവാണ്. ഡൽഹി, ദോഹ. കൺട്രി രാജ്യം, സ്ഥലമല്ല. ഡെൻമാർക്കാണ് സാധാരണ ഉണ്ടാവുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതൊന്നും കൂടി ചോദിച്ചിട്ട് ഓക്കെ അടുത്ത നെക്സ്റ്റ് ലെറ്റർ ഏതാണ് ആൽഫബറ്റ്, അപ്പൊ ഈ എലിഫന്റ്. ഇതിന് ജസ്റ്റ് അങ്ങനെ അപ്പം എലിഫന്റ് പറയാൻ പാടില്ല. ഒരേ സമയം അവരെ നോക്കി അവരെ മൈൻഡ് റീഡ് ചെയ്യുന്ന പോലെ ചെയ്ത് ലാസ്റ്റ് എലിഫന്റ് പറയാം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അതൊരു ഡി വെച്ചിട്ടുള്ള ഒരു ഇതല്ലേ കൺട്രി. അതുണ്ടാ കുറെ ഉണ്ടാ, പക്ഷെ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഇതും അതെല്ലായിരിക്കും. അത്രയും ബുദ്ധിയുള്ള ആൾക്കാരെന്നല്ല ചിന്തിക്കും, നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കില്ലല്ലോ. നിർത്താം, വേണോ ഇനി? മതിയില്ലേ? ഓക്കെ, നമുക്ക് നിർത്താം എന്നാല്. കഴിഞ്ഞോ? നിർത്താല. കവിത ഉണ്ടോ മോളെ? ഇനിയിപ്പം ഉണ്ട്. ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ സ്കൂളിൽ പോയാലും ചെയ്യാൻ പറ്റില്ല. 5 മണിയായില്ലേ? ചെയ്യുന്നുണ്ടോ? അല്ലേ ഇനിയിപ്പോ 6 o'clock അതേ ഇല്ലതല്ലേ? കാരണം 6 ഇപ്പൊ വീണ്ടും വരട്ടെ. അതെ, വോട്ട് ഓഫ് താങ്ക്സ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അഹിയല്ലേ? അഹി റെഡിയാണോ? ഓക്കെ, പറഞ്ഞു. I would like to thank you all who attended today's class. Thank you Anup uncle, Girish uncle and Kavita Muthamma. Thank you. താങ്ക് യു, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ മീറ്റിംഗ് എൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ. Bye. Bye. Thank you.